ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞതേ വന്നു, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇന്നത്തെ വ്ളോഗിൽ എന്ത് കാണിക്കണം എന്ന് എനിക്കറിയില്ല. ചെറിയൊരു വ്ളോഗാണ്, അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിലുണ്ടല്ലോ, ചെറിയൊരു റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ അവിടം വരെ ഒന്ന് പോകണം കേട്ടോ. ആമിക്കുട്ടീനെ കണ്ടാ? ആമിക്കുട്ടീനെ സൂചി കൊണ്ട് കുത്തി വെച്ചു അല്ല ആമി? എവിടെ കുത്തിയേ? ആമിക്ക് 5 വയസ്സിൻ്റെ കുത്തിവയ്പ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് ആൾക്ക് കാലിന് തീരെ വയ്യാന്ന് പറഞ്ഞ് നടക്കാണ് കേട്ടോ. 2 ദിവസം നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലിന് ചെറിയ വേദനയും കടച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നടത്തൊക്കെ ഇങ്ങനെ മുടഞ്ഞ് നടക്കണ പോലെയാണ്. ഇടയ്ക്ക് ഓടി നടക്കൂട്ടാ. നമ്മളെ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാന്ന് കരുതി. നമുക്ക് ആ വീട് വരെ ഒന്ന് പോകണം കേട്ടോ. ആ പണി നടന്ന വീട് വരെ ഒന്ന് പോകണം. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ആമിക്കുട്ടി ഇവിടെ മിറർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ചെറിയ കുത്തും കോമയും പാടൊക്കെ ഉണ്ടായിരുന്നു മിററിൽ. പൈപ്പിനുണ്ട്. ആമി പൈപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ. എൻ്റെ പൊന്നേ, നമ്മൾ മുന്നേ താമസിച്ചിരുന്ന വീട്ടിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാനും ആമിക്കുട്ടി ഇവിടെ വീട്ടിലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. അവർ പണിയൊക്കെ കഴിഞ്ഞ് നമ്മളിൽ ചാവി തന്നിട്ടുണ്ട്. പക്ഷെ പോയി നോക്കി ക്ലീൻ ചെയ്യാനോ ഒന്ന് റീഅറേഞ്ച് ചെയ്യാനോ എന്നുള്ള നേരം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഏതായാലും നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും അഫോർഡബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന പോലെ കുഞ്ഞു കണ്ടെയ്നർ ആണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആണ്. അതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിന് മുന്നായിട്ടൊരു അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ നോക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ലേഡീസിന് മാത്രമല്ല, അത് ജെൻസിനും ഒക്കെ യൂസ് ചെയ്യണം. എൻ്റെ ഹസ്ബൻഡ് അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫേസ് സ്കാനറുടെ സ്ട്രോപ്പ് ക്രീം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ സ്ട്രോപ്പ് ക്രീമിനും ഒരു കിടിലൻ സാധനം ഞാൻ കാണിക്കാത്തതാണ് പോൺസിൻ്റെ സൺസ്ക്രീൻ. ആദ്യമൊക്കെ 100 രൂപയ്ക്ക് കിട്ടിയതാണ്. ഇപ്പോൾ കുറച്ച് വില കൂടുതലാണ്, പക്ഷേ ഇതൊരു സ്ട്രോപ്പ് ക്രീമിൻ്റെ അതേ പണി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ബെസ്റ്റ് സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പിന്നെ ഏതായാലും വീഡിയോയിൽ നിൽക്കുമ്പോൾ കുറച്ച് മെനക്കിരുന്നോട്ടെ എന്ന് കരുതി കുറച്ച് മാത്രം അതിൻ്റെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ലാക്മിയുടെ എന്താ പറയുക, കാജൽ വെച്ചിട്ട് ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട്. സിസ് ബ്യൂട്ടിയുടെ ഐഷയുടെ പാലറ്റ് അതിലത്തെ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ചുറ്റും കുറച്ച് ഓയിലായിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ലാക്മിയുടെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ഐലൈനറാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാല് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് വെള്ളമാണ് കേട്ടോ, പറ്റിക്കൽസിയാണ്. എന്നാലും കുഴപ്പമില്ല. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലിങ്ക് പ്രൊഡക്ട്സിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് വൃത്തിവെടുപ്പായി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നമുക്കിനി കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കരിമ്പാണ്. അച്ഛൻ 2 കാല് കുത്തി 2-3 കാലൊക്കെ കുത്തിയിട്ട് കുറച്ച് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. കരിമ്പ് കാണിച്ചു കൊടുക്കാം, നമുക്ക് കരിമ്പ് കാണിച്ചു കൊടുക്കാം. ഇറങ്ങ്, ചാടി ഇറങ്ങ്. നമ്മുടെ പറമ്പിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് അച്ഛൻ അങ്ങനെ കരിമ്പ് കുത്തിയിട്ട് 2-3 മൂട് കരിമ്പ് നിൽപ്പുണ്ട്. നമ്മുടെ ഈ പറമ്പിലുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി വേറെ പറമ്പിൽ നിന്ന് അച്ഛൻ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ 3 കഷ്ണം നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാം. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ടൊക്കെ പൂരത്തിന് പോകുമ്പോൾ ഇങ്ങനെ മുളയുടെ സ്റ്റിക്ക് പോലെ അത്രയും നീട്ടത്തിലുള്ള കരിമ്പൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവില്ലേ, അത് നമുക്ക് ഇങ്ങനെ മുറിച്ച് തരില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഇത് ഭയങ്കര ചോദിച്ചതാണ്. ഇതിന് നമ്മുടെ പറമ്പിൽ കുത്തി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ വലിയ സൈസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര വണ്ണില്ല, നീട്ടില്ല, എന്നാൽ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇതിന്റെ ലീഫൊക്കെ വാള് പോലെ കേട്ടോ. നമ്മുടെ മൈലാഞ്ചി എന്തിനാ മീ അവിടെ പോയിക്ക, നല്ല കാണുള്ളൂ. കൈമാക്കാനാണോ? കൈമീടാന് ഒടിക്കണ്ട കേട്ടോ. അത് വലിയ മരാട്ടാ മൈലാഞ്ചിയുടെ. കണ്ട ഇത്രയുണ്ട്, പക്ഷെ നമ്മളങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല അല്ലേ ആമി? പിന്നെ ആമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരം ഏതാ? ആമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരം കാണിച്ചു തരാം. ഇതാണ് ആമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരം അല്ല ആമി? കണ്ട ചാമ്പ മരം നിറച്ച് ചാമ്പയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒക്കെ കൊഴിഞ്ഞു തുടങ്ങി, എല്ലാം കൊഴിഞ്ഞ് നിലത്ത് വീണെടുപ്പുണ്ട്. അത് മിണ്ടാ ചാമ്പിക്കണ്ടാ എടെ? പൊട്ടിച്ചോ. അതിന് മഴ കഴിഞ്ഞപ്പോ നിറച്ച് പുഴുവായിട്ടുണ്ട്.
നല്ലതാ തോന്നുന്നു കേട്ടോ. കാല് വേണ്ടിട്ടുണ്ടോ? പൊട്ടിക്കടി ഇതിന്റെ പൂ കാണിച്ചു കൊടുത്താ മീ ആ കൊല കുത്തിക്കണത് അതല്ല ഈ റെഡ് പൂവ് റെഡ് ഇല്ലേടി ഇതിന്റെ പൂവ് ഈ വള്ളിച്ചെടിയുടെ പൂവ് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താ ഇതാണ് കേട്ടോ ഇതിന്റെ പൂക്കള് കണ്ട ഇങ്ങനെ കൊല്ല കുത്തിയിട്ട് നിക്കണ. ഇത് നമുക്ക് നെറ്റിയിൽ ഇങ്ങനെ ഇട്ട് പൊട്ടിക്കാം, നല്ല രസാ. ആ കാണിച്ച ഒരെണ്ണടുത്ത് കാണിച്ച ആ ഒരെണ്ണം കൂടി പൊട്ടിച്ച ആ അതെ വേറെ കണ്ട ഈ ചെടിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇവിടെ നല്ല പ്ലാന്റാ, കാണാൻ നല്ല രസമാണ് കേട്ടോ. വെറുതെ കാണിച്ചു നിങ്ങളെ. ആണോ നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കണ ചെടിയാട്ടോ. പൊട്ടുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ, കാണിച്ചുതരാം. കണ്ടാ ഇതിങ്ങനെ കാട് പോലെ പന്തലിച്ചുണ്ടാവും കേട്ടോ. ഇതിനുള്ളിൽ കൊറേ അടയ്ക്കാക്കുരുവികളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ കൂട് വെക്കും, നല്ല രസാ. ഓ പൊട്ടിക്ക് ആ പൊട്ടിയില്ലല്ലോ. വേറൊരു സാധനം കൂടെ കാണിക്കാട്ടോ. ഇതാണ് ശംഖുപുഷ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ്, ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന്റെ ഫ്ലവർ ഉണ്ടല്ലോ, അത് 2-3 ഒക്കെ ഇട്ടിട്ട് ഡെയിലി കാലത്ത് വെറും വയറ്റില് ചൂടുവെള്ളത്തിൽ വെറുതെ വെച്ചിട്ട് കുടിച്ചാൽ മതി. ഭയങ്കര ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റ്. ഇപ്പോൾ പറമ്പിൽ മുഴുവൻ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ആ വീട്ടിൽ ഇത് കൊണ്ടുവച്ചിട്ട് പിടിച്ച് കിട്ടിയില്ല, എനിക്ക് ഉണ്ടാവാണ്ട് പോയിട്ടാ. അപ്പോൾ ഇതിന്റെ ഫ്ലവർ കണ്ടിട്ടില്ലേ ഞങ്ങൾ? ഇത് നീല ശംഖുപുഷ്പമാണ് കേട്ടോ, നീല കണ്ടോ. ഏതായാലും പറമ്പ് കാണാൻ ഇറങ്ങിയപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് കരുതി. ഇത് എവിടെയെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. ഇത് നമ്മളിങ്ങനെ ഉണക്കിയിട്ട് കയറ്റി അയക്കണ ബിസിനസ്സൊക്കെ പലരും ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല റേറ്റാണ്, ഓൺലൈനിലൊക്കെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ഡ്രൈ ആയിട്ടുള്ളത് ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ പൈറ്റും ഉണ്ട്, മനസ്സിലാവും. ഫുള്ള് ഇങ്ങനെ പന്തലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ, വലിയ പന്തലാണ്. ഫുള്ള് ഈ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പടർന്ന് കയറിയിട്ട് ഇങ്ങനെ തൂങ്ങി കെടുക്കട്ടെ, ബൾബ് ഇട്ട പോലെ, നല്ല രസാ. അപ്പൊ നമുക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ പുറത്തിറങ്ങി നിൽക്കാനായിട്ട് നല്ല സുഖമാണ്. ഭയങ്കര വെയിലും കാര്യങ്ങളൊന്നും ഇല്ല, പന്തൽ കാരണം നല്ല തണലാണ്. ഈ പാഷൻ ഫ്രൂട്ട് കണ്ട നല്ല മഞ്ഞ കളറായിട്ട് പഴുത്ത് നിൽക്കുകയാണ്, നല്ലോണം നിങ്ങുന്നുണ്ട്. ഇതേ കണ്ട നല്ലോണം നിങ്ങണുണ്ട്, സംഭവം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പിന്നിൽ റെഡ് ഉണ്ട്, റെഡ് പാഷൻ ഫ്രൂട്ടില്ലേ അതുണ്ട്. ഇത് യെല്ലോ ആണ്, ഫ്രണ്ടിലുള്ളത് യെല്ലോ. പിന്നിലും പടർത്തിയിട്ടുണ്ട്, അത് റെഡാ. അതിന് നല്ല മധുരമാണ് കേട്ടോ. ഇത് നമ്മൾ കിട്ടുമ്പോഴും നമുക്ക് ഈ നാരങ്ങയ്ക്കൊക്കെ പകരം യൂസ് ചെയ്യാം കേട്ടോ, ജ്യൂസ് അടിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് കുറച്ച് പൊളിച്ച് നല്ലോണം പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിടുക, കുറച്ച് ഐസ് ക്യൂബ്സും പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലപോലെ അരിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, നമുക്ക് നാരങ്ങയുടെ ഒന്നും ആവശ്യമില്ല, ഇതിൽ കുറേ വൈറ്റമിൻ ഐയും വൈറ്റമിൻ സി ഒക്കെ ഉണ്ട്. അതേ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ കയറി പറമ്പിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ ആമിക്ക് നല്ല ഇഷ്ടമാണ്. ഭയങ്കര നേരം പോക്കുക, അവിടെയുള്ള പൂക്കൾ പൊട്ടിക്കുക, പറമ്പിലുള്ള കായകൾ പൊട്ടിക്കുക, അങ്ങനെ ഇറങ്ങി നടക്കാനും ഓരോന്ന് നോക്കാനും ഒക്കെ നല്ല ഇഷ്ടം. എനിക്ക് അങ്ങനെ തന്നെയാണ്. ഡാമി വീടും കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഇനി നമുക്ക് കരിമ്പ് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്, അടുത്തൊരു ജ്യൂസ് അടിക്കാം കേട്ടോ. ഇത് മോസ്കിറ്റോ നെറ്റാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ഇതിൻ്റെ കാര്യം മറക്കും. ഞാനത് ഇട്ടിട്ടുണ്ടെന്ന് അറിയാൻ എൻ്റെ ഇടയ്ക്ക് അകലെയൊന്നും കാണില്ലല്ലോ, ഇങ്ങനെ ഓടി വരും, മോന്ത പോയിട്ട് ഇത് മറിയും അങ്ങനെ. അപ്പം നമുക്ക് ജ്യൂസ് അടിക്കാം. ഈ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. പൊളിച്ചിട്ട് ഞാൻ വേറിലിട്ടിട്ട് എടുക്കണം. കുറച്ച് പഞ്ചസാര ഇതിക്ക് ഇടയിൽ കൊടുക്കാം.
പഞ്ചസാര നല്ലോണം ഇരുന്നോട്ടെ. അപ്പോൾ അതേ നമുക്ക് കണ്ട റൈസ് കിട്ടിയിട്ടുണ്ട്. ഐസ് നമ്മൾ ഇട്ടിട്ട് കൊടുക്കണം. ഈ ഒരു അരിപ്പേക്ക് നമ്മൾ നമ്മുടെ ജ്യൂസ് അരിക്കുകയാണ്. കണ്ട അതിന്റെ കുരു മാത്രം നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. സൂപ്പർ അത് ഫോൺ ചെയ്തത് അതിനറിയാതൊക്കെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുത്ത് തരാറുണ്ടാവുള്ളൂ. നമ്മുടെ ഫ്രിഡ്ജിൽ മൊത്തം ഇതുപോലത്തെ 3 കഷ്ണം ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇത് നല്ലോണം മൂത്തതായതുകൊണ്ട് തന്നെ ചെത്തിയെടുക്കാനായിട്ട് നല്ല പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരെണ്ണം കുറച്ച് ചള്ള് ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് ചെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം കംപ്ലീറ്റ് ചെത്തിയെടുത്തിട്ട് ജ്യൂസ് അടിക്കാമെന്ന് കരുതി ഇരിപ്പാണ്. നമ്മൾ കരിയുമ്പോൾ ഒരെണ്ണം ഫുള്ളായിട്ട് ഇങ്ങനെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചള്ളാണെങ്കിൽ നല്ല എളുപ്പത്തിൽ ഇങ്ങനെ ചെത്താം കേട്ടോ. കണ്ട നമുക്ക് ഒരെണ്ണം മതി ജ്യൂസ് അടിക്കാനായിട്ട്. ബാക്കിൽ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പീസ് ആക്കിയിട്ട് ജ്യൂസ് അടിക്കാം. മൂത്തുമടിച്ച് 2 പീസ് മാറ്റി വെച്ചിട്ട് ചള്ളെടുത്തിട്ട് ജ്യൂസ് അടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. മറ്റേതാണെങ്കിൽ കരിമിൻ്റെ കടഭാഗമായി ഉണ്ടെങ്കിൽ ചെത്തിയിട്ട് കിട്ടണില്ല. കുറേ നേരം അതുമ്പോൾ നിൽക്കേണ്ടി വരും ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ എൻട്രി. അച്ഛൻ ടൗണിൽ പോയിട്ട് വരികയാണ്. ഏതായാലും ജ്യൂസ് അടിക്കില്ല, അപ്പോൾ എല്ലാം എടുത്ത് അടിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ചെത്തിയിട്ട് കിട്ടണില്ല, ക്ലീൻ ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വേഗം ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഡ്രസ്സ് പോലും മാറാണ്ട് ആ കരിമ്പ് 2 സ്റ്റിക്കും ക്ലീൻ ചെയ്ത് തരാണ് കേട്ടോ എനിക്ക്. പിന്നെ ഏതായാലും എല്ലാം കൂടെ നമുക്ക് ജ്യൂസ് അടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇനി ഇത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് വേണം ജ്യൂസ് അടിക്കാൻ. മതി സാമ്പാർ സാമ്പാറല്ലേ അമ്മേ? അച്ഛൻ്റെ കരിമ്പ് ചെത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. പുറത്തുനിന്നൊക്കെ വാങ്ങി കുടിക്കാറുണ്ട്. അതേ ഒരു രുചി തന്നെയാണ്. റിഫ്രഷ്മെൻറ്റിന് ഉഗ്രൻ സാധനമാണ് കേട്ടോ. പക്ഷേ ഷുഗർ ഒന്നുള്ളവർക്ക് ഡെയിലി ഇത് കുടിക്കണത് നല്ലതല്ല കേട്ടോ. നമ്മളങ്ങനെ ഡെയിലി ഒന്നും കുടിക്കില്ല. വല്ലപ്പോഴും ഓരോ കട വെട്ടുമ്പോൾ അതിങ്ങനെ അടിച്ചു കുടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ടേബിൾ ആകെ അലങ്കോലായില്ലേ. അച്ഛനൊരു സൈഡിൽ വെട്ടിയിടുന്നുണ്ട്, ചെത്തിയിടുന്നുണ്ട്, ഞാൻ പീസ് ആക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പണി ചെയ്യാൻ നിൽക്കായിരുന്നെങ്കിൽ എപ്പോഴൊന്നും ജ്യൂസ് അടിച്ച് കുടിക്കലുണ്ടാവില്ല. മറ്റേ 2 കട നല്ല മൂപ്പുണ്ട്. അപ്പോൾ ഞാനത് ചെത്തി വരുമ്പോൾ തന്നെ ഒരു നേരം കേട്ടോ. ഇപ്പം അച്ഛൻ ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ തീർന്നു. ഇനി നമുക്ക് ഫുൾ അത് പീസാക്കിയിട്ട് അച്ഛൻ കട്ട് ചെയ്തും തരുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോരുത്തർ ഓരോ പീസ് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ആമിക്കുട്ടിക്ക് ഇത് കടിച്ച് തിന്നാനാണ് ഇഷ്ടം. ജ്യൂസ് അടിച്ച് കുടിക്കണേലും ഇഷ്ടം. അവളിങ്ങനെ നല്ലോണം കടിച്ച് ചവച്ച് നീരിറക്കുകയാണ് ചെയ്യുക. പല്ലിനൊക്കെ ബലം കിട്ടുമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കടിച്ച് നിന്ന് കഴിഞ്ഞാൽ. ആമി കരിമ്പ് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ജ്യൂസ് അടിക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ. വേറെ എക്സ്ട്രാ ഷുഗറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അരിപ്പയിൽ അത് ഒഴിച്ചിട്ട് വരാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആകെ തൊണ്ടും തോലും നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഇവിടെ ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാം. നേരെ ഉച്ചയായിട്ടുണ്ട്. അമ്മയുടെ കറിപ്പണിയൊക്കെ കഴിഞ്ഞു. ഇത് കണ്ട അതിങ്ങനെ വലിയൊരു അരിപ്പയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്താലും കുഞ്ഞു കുഞ്ഞു നാരുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നാരൊക്കെ താഴെ അടിഞ്ഞ് നല്ല തെളി കിട്ടും നമുക്ക്. അപ്പോൾ അതെടുത്ത് നമുക്ക് കുടിക്കാം. ഇത് ഇന്നലത്തെ താറാവ് കറിയാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്.
ഞാൻ മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. അത് അടിഞ്ഞ് വരുമ്പോൾ നമുക്ക് മേലത്തെ തെളിയെടുത്ത് കുടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ.